നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒരു കടലിരുമ്പലിന് മുമ്പുള്ള നിശബ്ദത. മാർച്ച് 20-ന് ഒറ്റ രാത്രിയിൽ പുഴ പോലെ പല കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന പൂരങ്ങളും പുരുഷാരങ്ങളും ഈ നടവഴിയിലാണ് ചേരുക. പെരുവനം പൂരം നാളെ. പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി വല്ലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പട്ടികജാതി വർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NR സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 130 കിലോയോളം കഞ്ചാവ് പിടികൂടി. പത്രപ്രവർത്തനമെന്നാൽ നിത്യജീവിതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നും ആശയവിനിമയം മാർഗം തന്നെയാണെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KC നാരായണൻ പറഞ്ഞു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പണിപ്പുര എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ചെറുപ്പച്ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരുക്ക്. ആംബുലൻസിലുണ്ടായ 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരുക്കേറ്റത്. ആംബുലൻസിലുണ്ടായ ആൾക്കും സ്കൂട്ടർ യാത്രികനുമാണ് ഗുരുതര പരുക്ക്. ആംബുലൻസ് ഡ്രൈവർ പെരുമ്പിളിശ്ശേരിയിലെ വിഷ്ണുവിനെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 5 പേരെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെ ചൊവ്വൂരിനും പാമ്പാന്തോടിനും ഇടയ്ക്കുള്ള ഇറക്കത്താണ് സംഭവം. ചേർപ്പ് ഭാഗത്തു നിന്നും രോഗിയെയും കൊണ്ടുവരികയായിരുന്നു ആംബുലൻസ്. വളവ് തിരിയുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് മറിഞ്ഞ് റോഡിൽ നിരങ്ങി 2 സ്കൂട്ടറിലും പരസ്യ ബോർഡിലും ഇടിച്ച് സമീപത്തെ ഫർണിച്ചർ കടയുടെ മുറ്റത്തേക്ക് മറിയുകയായിരുന്നു. ഒരു സ്കൂട്ടറിലുണ്ടായിരുന്ന ചെറുവത്തേരി മാടമ്പി നാരായണൻ പെട്ടെന്ന് ഓടി മാറിയതിനാൽ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. മറ്റൊരു സ്കൂട്ടറിലുണ്ടായ യാത്രികനും ആംബുലൻസിലുണ്ടായ ആൾക്കുമാണ് ഗുരുതര പരുക്കേറ്റത്. നിശബ്ദമാണിപ്പോൾ പെരുവനം നടവഴി. ഒരു കടലിരമ്പലിന് മുൻപുള്ള നിശബ്ദത. മാർച്ച് 20-ന് ഒറ്റ രാത്രിയിൽ പുഴ പോലെ പല കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന പൂരങ്ങളും പുരുഷാരങ്ങളും ഈ നടവഴിയിലാണ് ചേരുക. പെരുവനം പൂരം നാളെ. സന്ധ്യയിൽ തുടങ്ങി പിറ്റേന്ന് പുലരി വരെ നീളുന്ന മേളക്കടലിരമ്പലിന് ആവേശം തിരതല്ലുന്ന ഇടവഴി. പൂരപ്രേമികൾക്ക് ഏറെ ആകർഷകാമുദമാണ് ഈ നടവഴിയുടെ സജ്ജീകരണം. ഇതിന്റെ 2 ഭാഗവും ചെങ്കൽ കൊണ്ട് കെട്ടിയുയർത്തിയിരിക്കുന്നു. 15 ഇടത്തല കലാകാരന്മാർക്കും 7 ആനകൾക്കും നിരയായി നിൽക്കാൻ പാകത്തിലാണ് നടവഴിയുടെ വീതി. പൂരചരിത്രത്തോളം പഴക്കമുള്ള പഴമക്കാർ ഒരുക്കിയ ഗാലറിക്ക് ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം പറയുന്നു. കിഴക്കേ ഗോപുരം മുതൽ തൊടുകുളം വരെ നീളുന്ന വഴിക്ക് 250 മീറ്റർ നീളമുണ്ട്. ചിറയും കുളവും നറുകുളങ്ങര ക്ഷേത്രവുമാണ് ഒരു അറ്റത്തെ കാഴ്ചകളാണെങ്കിൽ പെരുവനം ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് മറുഭാഗത്ത് തലയുയർത്തി നിൽക്കുന്നത്. ഇറക്കവും കയറ്റവുമാണ് നടവഴിയിലെ എഴുന്നള്ളിപ്പുകൾ. സന്ധ്യയിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ കയറ്റത്തോടെ തുടങ്ങും. പിന്നെ ആറാട്ടുപുഴയുടെ ഇറക്കം, ചാത്തക്കുടം തൊട്ടിപ്പാൾ എന്നിവരത്തുള്ള കയറ്റം, ഊരകം ചാത്തക്കുടമൊത്തുള്ള കയറ്റം, ചേർപ്പും ഐക്കുന്നുമായുള്ള ഇറക്കം. ദേവീദേവന്മാരുടെ ഈ ഇറക്കവും കയറ്റവും 7 ആനപ്പൂരത്തിന്റെ മനോഹാരിതയും മധുരമുള്ള മേളവിരുന്നുമെല്ലാം ഈ കൊച്ചു നടവഴിയിലെ ഒരു രാത്രിയിലെ വിസ്മയ കാഴ്ചകളാണ്. നടവഴിക്കുള്ളിൽ നിന്ന് ഒരിക്കൽ മേളം ആസ്വദിച്ചവർ വീണ്ടും ഇവിടെ എത്തിച്ചേരും. ഇതിനുള്ളിലെ മേളമുഴക്കം ഏവരുടെയും ആകർഷണമാണ്. പാഞ്ചാരിമേളത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും ഈ നടവഴിയാണെന്ന് മേളലോകം വിലയിരുത്തുന്നു. മേളക്കലയിലെ മഹാരഥന്മാരുടെ പാദം പതിഞ്ഞ മണ്ണാണിത്. പെരുവനം കുട്ടന്മാരാർ ആദ്യമായി മുൻനിരയിൽ നിന്ന് മേളം കൊട്ടിയത് 1968 പെരുവനം നടവഴിയിൽ അച്ഛൻ പെരുവനം അപ്പുമാരാർക്കൊപ്പമാണ്. 10 അടിയോളം ഉയരമുള്ള മതിലുള്ള ഒരു ഓഡിറ്റോറിയത്തിന് തുല്യമായ ഈ നടവഴിയിൽ മേളസൗന്ദര്യമായി തട്ടിപ്രതിധ്വനിക്കുന്നത് അനുഭവപ്പെടുന്നത് ഈ നടവഴിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. മേളം അവതരിപ്പിക്കാൻ പെരുവനം നടവഴി ഏറ്റവും അനുയോജ്യമാണെന്ന് ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഒരു ആംഫി തിയേറ്ററിന്റെ സാങ്കേതിക മേന്മ ഈ നടവഴിക്കുണ്ടെന്ന് വിദഗ്ധരുടെ അഭിപ്രായം. ഇവിടെ മേളം അവതരിപ്പിച്ച കലാകാരന്മാർ, എഴുന്നള്ളിയ ആനകൾ എന്നിവയ്ക്ക് യോഗ്യത കൽപ്പിച്ച സ്ഥലമാണ് പെരുവനം നടവഴി. ചുരുക്കത്തിൽ പണ്ട് മേളകലയുടെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് തുല്യമായ ഇടമായിരുന്നു ഈ നടവഴി.
സന്ധ്യ മുതൽ പിറ്റേന്ന് നേരം വെളുക്കും വരെ ഈ ഭൂമിക സംഗീത സാന്ദ്രമാകും. അണമറിയാത്ത സംഗീതാരാധിയിൽ ആരാധകർ ആനന്ദ നിർവൃതിയിലാകും. പുലരിയിലെ കുളിരിൽ ചേർപ്പ് ഭഗവതി ഐക്കുന്ന ഭഗവതിക്കൊപ്പം 7 ആനകളുടെ നടവഴിയിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. നേരം പരപരാ വിളിക്കുന്നതും സൂര്യകിരണങ്ങളാൽ ചമയങ്ങൾ പ്രഭയിൽ കുളിക്കുന്നതും കാണാം. തെളിഞ്ഞ പ്രഭാതത്തിൽ പെരുവനത്തിന്റെ പഞ്ചാരിമധുരമായി അലയടിക്കും. അതെ, കൗതുകച്ചെപ്പുകൾ ഒളിപ്പിച്ച് പെരുവനം നടവഴി നമ്മെ മാടി മാടി വിളിക്കുകയാണ്. കൾച്ചറൽ ഡ്രസ് മീഡിയ 4. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDWF ചെയർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. നാഷണലിസ്റ്റ് കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ അനിമ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. LDF മഹിളാ നേതാക്കളായ വനജകുമാരി, ഷീല വനജകുമാർ, ഹസീന അക്ബർ, ഷീല ഭരതൻ, സുനിത ജിനു, വനജ സോളമൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെ വനിതകൾ മാത്രമാണോ പാചകവാതക ഗ്യാസ് ഉപയോഗിക്കുന്നത്? പണിയെടുക്കുന്നത് നമ്മളായിരിക്കാം, പക്ഷേ അതിന്റെ മറ്റു ഗുണങ്ങൾ കൂടി അനുഭവിക്കുന്നത് പുരുഷന്മാർ, നമ്മുടെ കുടുംബമല്ലേ. അപ്പൊ വനിതാ ദിനത്തിന് ഒരു പ്രത്യേകത, നിങ്ങൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ 23-ന് 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പെട്രോളിന്റെയും ഡീസലിന്റെയും വില 50 പൈസ കുറയ്ക്കും, 25 പൈസ കുറയ്ക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ SKSSF വിഖായ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിനായി ചെറുചേനത്ത് ഇഫ്താർ ടെന്റ് സജ്ജമാക്കി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. റമളാൻ 30 ദിവസവും വഴിയാത്രക്കാർക്കായി വൈകിട്ട് 6 മുതൽ സൗജന്യ ഇഫ്താർ ടെന്റ് പ്രവർത്തിക്കും. മുൻ പഞ്ചായത്ത് അംഗം PH ഉമ്മർ ആദ്യ ഇഫ്താർ ബോക്സ് ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി, മേഖലാ പ്രസിഡന്റ് അബ്ദുൽ അഹദ് വാഫി, സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ്, അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ ഖാദർ ഹാജി, ഷംസുദ്ദീൻ മാഷ്, അഫ്സൽ, അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി വലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി വർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NR സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. മതപരിവർത്തനം ചെയ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്, ദേശീയ പട്ടികജാതി വർഗ വികസന നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വർഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സമിതി തൃപ്രയാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷത വഹിച്ചു. AS ദിനേശൻ, PS വിജയൻ, AR സന്ധ്യ, അനില പ്രിൻസ് എന്നിവർ സംസാരിച്ചു. ദേശീയവും സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ദേശീയ പ്രക്ഷോഭം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയമായ വിഷയം, ഒന്നാമത്തെ വിഷയം, മതപരിവർത്തനം ചെയ്ത ക്രൈസ്തവരെയും മതപരിവർത്തനം ചെയ്ത മുസ്ലിം സമുദായത്തെയും പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഉൾപ്പെടുത്തരുത് എന്നാണ് ദേശീയമായി ഉന്നയിക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം. രണ്ടാമത്തെ മുദ്രാവാക്യം, ദേശീയമായി പട്ടികജാതി വർഗ വികസന നയം പ്രഖ്യാപിക്കണം. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമായ പട്ടികജാതി വർഗ വികസന നയം പ്രഖ്യാപിക്കണം. പത്രപ്രവർത്തനം എന്നാൽ നിത്യജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നും ആശയവിനിമയ മാർഗം തന്നെയാണെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ KC നാരായണൻ പറഞ്ഞു. റിപ്പോർട്ടിംഗ് ആരംഭിക്കേണ്ടത് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരിൽ നിന്നു തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശയവിനിമയം, അതിൻ്റെ മൂലമായിട്ടുള്ള ഈ സംവേദനം, വിനിമയം ഉണ്ടല്ലോ, ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യരൂപം. അതുപോലെ അതുതന്നെയാണ് ജേർണലിസത്തിൻ്റെയും ആദ്യരൂപം. അപ്പോൾ ജേർണലിസം എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നോ നിത്യജീവിത വ്യവഹാരത്തിൽ നിന്നോ വേറിട്ട് മാറി വേറൊരു ദിക്കിൽ പ്രതിഷ്ഠിച്ച ഒരു സാധനമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതും നാം നിത്യജീവിതത്തിൽ ധാരാളമായി പ്രയോഗിക്കുന്നതും ഒക്കെയായ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ആശയവിനിമയ മാർഗത്തെയാണ്
അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒരു വളർച്ചയാണ് നമ്മൾ ജേർണലിസം എന്ന് പറയുന്നത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പണിപ്പുര എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ രചിച്ച പുസ്തകം സാറ ജോസഫ് ഏറ്റുവാങ്ങി. പത്രത്തിന്റെ അറിയാത്ത മേഖലയെക്കുറിച്ചറിയാൻ ഈ പുസ്തകം തുണയാകുമെന്ന് സാറ ജോസഫ് പറഞ്ഞു. പത്രപ്രവർത്തന മേഖലയ്ക്ക് ഇത്രയധികം സവിശേഷതകൾ ഉണ്ടെന്നറിയുന്നത് ഇപ്പോഴാണെന്നും അവർ പറഞ്ഞു. നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സേതുമാധവൻ, മാതൃഭൂമി റീജിയണൽ മാനേജർ വിനോദ് P നാരായണൻ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് MK രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും വായിക്കണമെന്നില്ല. മധ്യത്തിൽ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഹരി പറഞ്ഞതുപോലെ പിന്നിൽ നിന്നോ ഒക്കെ വായിച്ചു തുടങ്ങാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് എൻ്റെ മാത്രം പ്രയത്നം കൊണ്ട് ഉണ്ടായ പുസ്തകമാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഹങ്കാരമാവും. രണ്ട് രീതിയിൽ ഇത് മറ്റുള്ളവർ എനിക്ക് സഹായമായിട്ടുണ്ട്. ഒന്ന്, എൻ്റെ തന്നെ സഹപ്രവർത്തകരുടെ വാർത്തകൾ, അതിൽ പ്രാദേശിക ലേഖനമുണ്ട്, സ്റ്റാഫ് റിപ്പോർട്ടേഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ തന്നെ സഹപ്രവർത്തകരുടെ വാർത്തകളും അവരുടെ പ്രയത്നവും കൂടാതെ മറ്റു പത്രങ്ങളിലെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന മനോഹരമായ എഡിറ്റോറിയലുകൾ, മിഡിൽ പീസുകൾ, വാരാന്തപ്പതിപ്പ് ഫീച്ചറുകൾ, ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മികച്ച ഹെഡിങ്ങുകൾക്ക് ഉദാഹരണമായി പറഞ്ഞതിൽ കൂടുതലും മലയാള മനോരമയിൽ വന്ന തലക്കെട്ടുകളാണ്. ആ രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിന് ഫിസിക്കലായിട്ടുള്ള വലിയ അധ്വാനം ആവശ്യമുണ്ട്. ഒരു വാർത്ത എഴുതുന്ന പോലെ ഒറ്റ ഇരുപ്പിൽ എഴുതി അങ്ങ് തീർക്കാൻ പറ്റുന്നതായിരുന്നില്ല. തൃശൂർ പട്ടിക്കാട് ദേശീയപാതയിൽ പച്ചക്കറി കയറ്റി വന്ന ലോറി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരാൾ മരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും കായ കയറ്റുവന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപി ചെട്ടിപ്പാളയം സ്വദേശി 27 വയസ്സുള്ള മോഹൻരാജാണ് മരിച്ചത്. 2 മിനി ലോറികളും ഒരു ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു രണ്ടാമത്തെ മിനി ലോറി. ഇതിനു പുറകിൽ പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറി ഇടിച്ച് അപകടം ഉണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറി ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇതിനിടെ 2 മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ മിനി ലോറിക്കടിയിൽ പെട്ടു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയുടെ ഡ്രൈവറാണ് മരിച്ചത്. മറ്റ് 2 ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. PG പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മൂവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും പുലർച്ചെ 4ഓടെ മോഹൻരാജ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 130 കിലോയോളം കഞ്ചാവ് പിടികൂടി. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനൂസൽ, ശരത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ നടയ്ക്ക് സമീപമാണ് സംഭവം. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത്. ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് ലോറി ഇവിടെ വരെ എത്തിയത്. റൂറൽ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് DYSP N മുരളീധരൻ, കൊടുങ്ങല്ലൂർ DYSP M സന്തോഷ് കുമാർ, ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, ജയകൃഷ്ണൻ, സ്റ്റീഫൻ, സതീശൻ, ഷൈൻ, SI മൂസ, SSCPO സൂരജ്, ലിജു ഇയാനി, MJ ബിനു, ഷിജോ, മാനുവൽ, സോണി സേവ്യർ, CPO നിഷാന്ത്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സിൽജോ, ലാലു, കൊടുങ്ങല്ലൂർ SIമാരായ സജിനി, ഉണ്ണികൃഷ്ണൻ, സെബി, പ്രീജു, CPO അബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വലപ്പാട് മണ്ഡലം കൺവെൻഷൻ കോതകുളത്ത് നടന്നു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അറുമുഖൻ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിഭ പ്രദീപ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് NK മുഹമ്മദ് അലി, സുജിൽ കരിപ്പായി എന്നിവർ സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയിൽ രാജ്യത്ത് വിലക്കയറ്റം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണ്.
തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യത്തിലെ യുവ സമൂഹം ഇന്ന് അനുഭവിക്കുകയാണ്. ജാതി പറഞ്ഞും മതം പറഞ്ഞും രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തെ ജനങ്ങളെ പരസ്പരം വേർതിരിക്കുന്ന, വിഭജിക്കുന്ന ഭരണമാണ് നരേന്ദ്രമോദി നടത്തിവരുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും പിഴുതെറിയുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും അക്ഷരം പ്രതി ഇതിനെ അട്ടിമറിക്കുകയാണ്. ഇതിനെതിരെയുള്ള വലിയ പോരാട്ടമാണ്. നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിൽ ഗണപതിയുടെയും ശാസ്താവിന്റെയും പുനഃപ്രതിഷ്ഠ ഭക്തി നിർഭരമായി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി, മേൽശാന്തി യാദവ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികരായി. പ്രാസാദ പ്രതിഷ്ഠയ്ക്ക് ശേഷം നവശക്തി ഹോമം, പീഠപൂജ, രക്തന്യാസം, അർച്ചന എന്നിവയ്ക്ക് ശേഷം ബിംബം എഴുന്നള്ളിക്കലും കലശ പ്രദക്ഷിണവും നടന്നു. പുനാരി ഉണ്ണികൃഷ്ണൻ നയിച്ച മേളം കലശ പ്രദക്ഷിണത്തിന് അകമ്പടിയേകി. തുടർന്ന് ഗണപതിയുടെയും ശാസ്താവിന്റെയും പുനഃപ്രതിഷ്ഠ നടത്തി. തുടർന്ന് ജീവകലശാഭിഷേകം, നിവേദ്യാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഭക്തർക്ക് അന്നദാനം നടത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഭദ്ര KAP കോഴിക്കോട് അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. ഉത്സവദിനമായ ബുധനാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതിയുടെയും ശാസ്താവിന്റെയും നടതുറപ്പ്. തുടർന്ന് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പും ശീവേലി എഴുന്നള്ളിപ്പും നടന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലപ്പാട് കോതകുളത്ത് വായ് മൂടിക്കെട്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനമായെത്തിയ പ്രവർത്തകർ കോതകുളം സെന്ററിൽ ദേശീയപാതയോരത്ത് മനുഷ്യചങ്ങല തീർത്താണ് പ്രതിഷേധിച്ചത്. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് ബാധിക്കില്ല എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേകമായി മുസ്ലിം വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമുദായത്തെ മാറ്റി നിർത്തി മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ഈ കരി നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വായ് മൂടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ സമരമായി. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ശോഭ സുബീൻ, UDF മണ്ഡലം ജനറൽ കൺവീനർ NK മുഹമ്മദ് അലി, CR അറുമുഖൻ, സുമേഷ് പാനാട്ടിൽ, NNG ജയ്ക്കോ, MA സലീം, MM ഇക്ബാൽ, ശിഭ പ്രദീപ്, ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു. വർക്ക്ഷോപ്പ് മെക്കാനിക്കായ തൃശൂർ അരിമ്പൂർ സ്വദേശി മെജോയ്ക്ക് ജോലികൾ തീർത്ത് വേഗമൊന്ന് വീടെത്താൻ തിടുക്കമാണ്. വിശ്രമിക്കാനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. മണിക്കൂറുകൾ ചിലവഴിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ആനന്ദം കണ്ടെത്തുകയാണ് മെജോ എന്ന യുവാവ്. രാഷ്ട്രീയ സാംസ്കാരിക നായകർ ഉൾപ്പെടെ പ്രാദേശിക മേഖലയിലെ പ്രമുഖരായ പലരുടെയും ചിത്രം മെജോ വരച്ചെടുത്തത് ജോലി കഴിഞ്ഞെത്തിയുള്ള ഈ നേരത്താണ്. അരിമ്പൂരിലെ സ്വന്തം കടയിൽ പുലിക്കോട്ടിൽ മേജോ ജോലി തിരക്കിലാണ്. ഇരുചക്ര വാഹനങ്ങളുടെ മെക്കാനിക്കാണ് ഈ യുവാവ്. ഓയിലും ക്രീസും പുരണ്ട തന്റെ കൈകൾക്ക് മനോഹര ചിത്രങ്ങൾ തീർക്കാനും കഴിയുമെന്ന് മേജോ തെളിയിക്കുന്നു. വൈകിട്ട് കടയടച്ചു കഴിഞ്ഞ് വീടെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കളറുകളും ബ്രഷും എടുത്ത് മേജോ മറ്റൊരു ലോകത്തേക്ക് യാത്രയാകും. അതെ, വർണ്ണങ്ങളുടെ മനോഹര ലോകത്തേക്ക്.
ക്ഷമയോടെ മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് ഓരോ ചിത്രങ്ങൾ വരച്ചു തീർക്കുമ്പോഴും ആസ്വാദകരുടെ മനം കുളിർപ്പിക്കുന്ന ഒരു ജീവതാളം മേജോയുടെ ഓരോ ചിത്രങ്ങൾക്കുമുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന ചിത്രമെന്ന അക്ഷരാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ ബോധ്യപ്പെടുത്തും. ചരിത്ര പുരുഷന്മാർ, പ്രശസ്ത നടീനടന്മാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ 100-ലധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട്. കളർ പെൻസിൽ, പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിംഗ് എന്നിവയാണ് ചിത്രങ്ങൾ മുഴുവൻ വരച്ചിട്ടുള്ളത്. മുഖചിത്രങ്ങളാണ് കൂടുതലും. ചെറുപ്പം മുതൽ ചിത്രരചനയിൽ തൽപരനായിരുന്ന മേജോ 4 വർഷമായാണ് വരയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞു വന്ന് രാത്രി 12 മണി വരെയാണ് ചിത്രരചന. ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കാൻ 4 ദിവസം വരെയെടുക്കും. ലോക്ക്ഡൌണിൽ ഒഴിവു സമയം കിട്ടിയതോടെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞതായി മേജോ പറയുന്നു. ചെറുപ്പം തൊട്ട് വരച്ചു തുടങ്ങിയതാണ്. വരയോട് ഭയങ്കര ഇഷ്ടമാണ്. കൊറോണ കാലത്താണ് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത്, സമയം കിട്ടിയത്. ഞാൻ ഇങ്ങനെ 2 വീലറിൻ്റെ മെക്കാനിക്കാണ്. ഒഴിവ് നേരത്തെ ചെയ്യണ വർക്കാണ്. രാത്രി പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒരു 12 മണി വരെയൊക്കെ വരയ്ക്കും. പിന്നെ കാലത്ത് നേരത്തെ എനിട്ടിരുന്ന് വരയ്ക്കും. കൂടുതലും ഓരോ മുഖങ്ങളാണ് വരയ്ക്കാറ്. രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ നടന്മാരും എല്ലാവരെയും വരയ്ക്കാറുണ്ട്. വലിയൊരു പാഷനാണ് വര. മമ്മൂട്ടി, മഞ്ജു വാര്യർ, ബിജു മേനോൻ, മധു, ടൊവിനോ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളും മേജോ വരച്ച ചിത്രങ്ങളിൽ ശ്രദ്ധ നേടിയവയാണ്. ലാൽ ജോസ്, കോട്ടയം നസീർ, ഗിന്നസ് പക്രു തുടങ്ങിയവർ മേജോ വരച്ചു നൽകിയ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിലെ ചിത്രവും മേജോ അതിഗംഭീരമാക്കി. ചാക്യാർകടവ് തെക്കൂട്ട് രാമകൃഷ്ണൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വടൂക്കരയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6080 രൂപ, പവന് 48,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു കടലിരുമ്പലിന് മുമ്പുള്ള നിശബ്ദത. മാർച്ച് 20-ന് ഒറ്റ രാത്രിയിൽ പുഴ പോലെ പല കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന പൂരങ്ങളും പുരുഷാരങ്ങളും ഈ നടവഴിയിലാണ് ചേരുക. പെരുവനം പൂരം നാളെ. പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി വല്ലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പട്ടികജാതി വർഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NR സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 130 കിലോയോളം കഞ്ചാവ് പിടികൂടി. പത്രപ്രവർത്തനമെന്നാൽ നിത്യജീവിതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നും ആശയവിനിമയം മാർഗം തന്നെയാണെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KC നാരായണൻ പറഞ്ഞു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പണിപ്പുര എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.